ഹലോ, ഞാൻ ലിബിൻലി. അപ്പൊ ഞാൻ ഇന്നൊരു സിനിമ കണ്ടു. അതായത് മലയാളത്തിൽ 2025 ഈ കൊല്ലം ഇറങ്ങിയ ഒരു പടം ധീരൻ. അതായത് ധീരൻ എന്ന് പറഞ്ഞാൽ മറ്റേ തമിഴ് പടമൊക്കെ ഉണ്ട്, അതല്ല. തമിഴ് പടം ധീരൻ അധ്യായം 1, അതല്ല. ധീരൻ മലയാള പടം. അതായത് ഷാജി എന്ന് പറഞ്ഞ ഒരാള് എഴുതി ഡയറക്ട് ചെയ്തൊരു പടം. പടത്തിൽ അഭിനയിച്ചിരിക്കുന്ന പറഞ്ഞ മെയിൻ റോൾ എന്ന് പറഞ്ഞാൽ രാജേഷ് മാധവൻ. അതായത് എന്നാ താൻ കേസുകളിൽ കൊടുക്കുന്ന പടത്തിലെ ആ ഓട്ടോ ഡ്രൈവർ ആയിട്ടുള്ള പുള്ളിക്കാരനെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് താരങ്ങൾ ഈ പടത്തിൽ വരുന്നുണ്ട് കേട്ടോ. അതായത് മനോജ് കെ ജയൻ, അതേപോലെ തന്നെ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ ആ പുള്ളി, പിന്നെ നമ്മുടെ വിനീത് രാധാകൃഷ്ണൻ, പിന്നെ ആരാ സുധീഷ്, ഞാൻ പേര് കൃത്യമായിട്ട് ഓർക്കള്ള എല്ലാവരും. പിന്നെ ശബരീഷ് വർമ്മ, അതേപോലെ തന്നെ അഭിരാമ്, പിന്നെ ജഗദീഷ്, അങ്ങനെ കുറെ പേര്. പിന്നെ ഒരു തമിഴ്നാടിനുണ്ട്, ഒരു വില്ലൻ റോളായിട്ട് വരും. വില്ലൻ എന്ന് പറഞ്ഞാൽ ഒരു വില്ലൻ റോള്. പുള്ളി നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ പേര് ശ്രീകൃഷ്ണ ദയാല്. പുള്ളിക്കാരനും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഈ പടം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതില് നായകൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ രാജേഷ് മാധവാണ്. പുള്ളിക്കാരൻ കോമഡി ഒക്കെ അത് കോമഡി കഥാപാത്രം ഒന്നും പറയാൻ പറ്റില്ല. അതായത് പുള്ളിക്കാരൻ ഈ നാട്ടിലൊക്കെ വെറുപ്പിച്ച്, ഇപ്പൊ സാധാരണ പിള്ളേരൊക്കെ പുറത്തു പോണ പോലെ, പുറത്തല്ല നാട് വിട്ടു പോണ പോലെ ഇതേപോലത്തെ ഒരു സംഭവം തന്നെയാണ്. അത് നാട്ടുകാരെ മൊത്തം വെറുപ്പിച്ച് കാര്യങ്ങളായിട്ട് പുള്ളി വേറൊരു സ്ഥലത്ത് പോണു. എന്നിട്ട് അവിടെ ചെന്ന് ഒരു ഡോൺ പോലെയാണ് മറ്റേ ആരാ അയ്യോ വിനീത് അഭിനയിച്ചത്. പുള്ളിക്കാരന്റെ സ്ലാങ് ഒക്കെ, അതായത് പുള്ളി പറയുന്ന ഡയലോഗൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു വ്യത്യസ്തതയുണ്ട്. സാധാരണ പുള്ളിയുടെ പറച്ചില് പോലെയല്ല. അതായത് എന്തായാലും ഒരു അത്തറച്ചവടക്കാരനൊക്കെ ആയിട്ടാണ് പുള്ളി അതിൽ അഭിനയിച്ചത്. അതുകൊണ്ട് തന്നെ എന്തോ ഒരു പുള്ളിയുടെ സ്ലാങ് ഒക്കെ നല്ല വ്യത്യാസമുണ്ട്. നല്ല നല്ല രസമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെന്ന് പിന്നെ അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോയി, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളാണ് ഈ പടത്തിൽ വന്നത് കൂടുതലും. അതുകൊണ്ട് തന്നെ സ്ഥലങ്ങൾ ഒരുപാട് കാണാൻ പറ്റിയിട്ടുണ്ട്. നല്ല നല്ല വിഷ്വൽ ആയിട്ടുള്ള സ്ഥലങ്ങൾ കാണാനും പറ്റിയിട്ടുണ്ട്. അങ്ങനെ കാണുന്നുണ്ട്. പിന്നെ ഇതില് ഇപ്പൊ മലയാളികൾ എടുത്ത് പറയുകയാണെങ്കിൽ സുധീഷ്, ശരിക്കും പറഞ്ഞ ഈ പടം ഒരു 2 കാലഘട്ടമാണ് കാണുന്നത്. അന്ന് പഴയ കാലഘട്ടം, ഒന്ന് പുതിയ കാലഘട്ടം. അതായത് പുതിയ കാലഘട്ടത്തിലെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ മറ്റേ ശബരീഷ്, അതേപോലെ തന്നെ ഈ രാജേഷ് മാധവ്, പിന്നെ അഭിരാമം കണ്ടല്ലോ, സിദ്ധാർത്ഥ് ഭരതൻ, അങ്ങനെയൊക്കെ ഉള്ള ഒരു 2 ഏജിൽ മറ്റേ കാലഘട്ടത്തിലെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഈ ജഗദീഷ് എന്ന് പറഞ്ഞ ഈ പടത്തില് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു റോളാണ് ചെയ്തത്. പുള്ളി സാധാരണ എല്ലാ പടങ്ങളും ചെയ്യുന്ന ഒരു കോമഡി, ഇപ്പൊ പുള്ളി സീരിയസ് ആണ് എല്ലാം മിക്ക പടങ്ങളും ചെയ്യണം. അതേപോലത്തെ ഒരു റോൾ തന്നെയാണ് പുള്ളി ചെയ്തത്. പിന്നെ മറ്റേ സുധീഷ് കുറച്ച് പ്രായമായിട്ടുള്ള ഒരു റോള് ചെയ്തതാണ്. പക്ഷെ അത് നല്ല രസമായിട്ട്, അതായത് ഇപ്പൊ എന്താ പറയണേ, മറ്റേ ടോവിനോന്റെ ഒരു പടം ഉണ്ടല്ലോ, തീവണ്ടി, അതേപോലത്തെ ഒരു ക്യാരക്ടറാണ് ഇതിലും പുള്ളി ചെയ്തിട്ടുണ്ട്. രസമാണ്. അതായത് പുള്ളിയുടെ ഇതിന്റെ ട്വിസ്റ്റൊക്കെ ക്ലൈമാക്സിൽ വരുമ്പോ അതൊക്കെ തിയേറ്ററിൽ തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും പടം കൊള്ളാം, ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. പിന്നെ മനോജ് കയ്യയുടെ കാര്യം പറയാൻ പറ്റില്ല. പുള്ളിക്കാരെ ഇതില് ഒരു വെൽഡിങ് വർഷം പുറത്തുള്ള ഒരു പുള്ളിയായിട്ടാ. പുള്ളിക്കാരന്റെ കോമഡിയൊക്കെ ആ പറയണ രസമൊക്കെ നമുക്ക് എന്തായാലും തിയേറ്ററിൽ ഏറ്റിട്ടുണ്ട്. അത് ചിരി കാര്യങ്ങളൊക്കെ വരുന്നൊരു സംഭവമാണ് പുള്ളി ചെയ്തിട്ടുണ്ട്. എന്തായാലും പടം തിയേറ്ററിൽ തന്നെ കാണാം ഉള്ള പടമുണ്ട്. പിന്നെ ഇവിടെ ഇപ്പൊ പല റിവ്യൂലും ഒരുപാട് തള്ളു കേട്ടു, ഫുൾ കോമഡി പടമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കേട്ടു. പക്ഷെ അങ്ങനത്തെ ഒരു ഫുൾ കോമഡി പടമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതിൽ കോമഡി ഇല്ലെന്നല്ല, കോമഡി ഉണ്ട്. അതായത് ആ സന്ദർഭത്തിനനുസരിച്ചുള്ള കോമഡീസാ വരുന്നുള്ളൂ, സിറ്റുവേഷൻ അനുസരിച്ചുള്ള കോമഡീസാ ഭൂരിഭാഗം വരുന്നുള്ളൂ. അല്ലാണ്ട് ഈ ഫുൾ ടൈം ചിരിച്ചു മറിയാവുന്ന ഒരു പടം ആയിട്ട് എനിക്ക് തോന്നിയില്ല. കണ്ടിരിക്കാൻ തോന്നി ഒരു നല്ലൊരു ഫ്ലോയില്, നല്ല കഥ, ഒരു എന്താ പറയുക, ഒരു അയ്യോ എന്തെങ്കിലും നല്ലൊരു രീതിയിൽ കഥ പറഞ്ഞു പോകുന്നുണ്ട് പടം, സിനിമ. എന്തായാലും ലാഗടിച്ചു വരുന്നില്ല. എന്തായാലും കാണേണ്ടവർക്കൊക്കെ കാണാം. എന്തായാലും പൈസ നഷ്ടമെന്ന് പറയാൻ പറ്റുന്നില്ല. ശരി.